കയ്യിൽ പൈസ കൊടുത്തു. ആ പണം എന്തുകൊണ്ട് ചെലവഴിക്കാത്തത്? മലയാളമായുള്ള പ്രത്യേക ക്രോസ് ഫയറിൽ സംസാരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ദുരന്ത നിവാരണത്തിന് വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന പണം ചെലവഴിക്കാതെ ബാക്കി വെക്കുക, അത് അവിടെ തന്നെ വെക്കുക. അത് മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിക്കുക. പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി കൊടുത്ത പണം എങ്ങനെയാണ് കേരളം ചെലവഴിച്ചത്? പ്രശ്നമുള്ളത് പ്രളയം ഉണ്ടായാലും അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ കൈവശം വെക്കാൻ വേണ്ടി SDRFന് കൊടുത്തിരിക്കുന്ന പണവും നമുക്കൊരു വലിയ ദുരന്തം ഉണ്ടായിട്ട് നിങ്ങളെ ഞങ്ങൾ സഹായിച്ചിരിക്കുന്നു കേന്ദ്രം പറയുന്നതും രണ്ടും വ്യത്യസ്തമല്ലേ? അത് അല്ലല്ല അങ്ങനെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ SDRFിലെ തുകയിൽ തന്നെ വലിയൊരു ശതമാനം സംസ്ഥാനത്തിൻ്റെതാണ്, ഓൾറെഡി സംസ്ഥാനത്തിന്റെ വിഹിതമാണ്. അപ്പോൾ കേന്ദ്രം കൊടുക്കുന്നില്ല എന്നുള്ള തോന്നലല്ലേ പൊതുജനത്തിനുണ്ടാവുക? അല്ല, സംസ്ഥാനത്തിന്റെ വിഹിതമല്ലേ കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റും? കേന്ദ്രത്തിന് നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2004 അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ്റാണ് നിലവിൽ നിയമം മാറ്റി ഇങ്ങനെ ദുരന്തമുക്തുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചു. ആ ക്രൈറ്റീരിയ പ്രകാരം ദുരന്ത നിവാരണ ഫണ്ടിലൂടെ മാത്രമേ പണം വിതരണം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ ഒരു 100 കോടി കൊടുക്കുക, 200 കൊടുക്കുക പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പാക്കേജായിട്ട് കൊടുക്കണം. പാക്കേജായിട്ട് കൊടുക്കണമെങ്കിൽ പാക്കേജിൻ്റെ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ കണക്കെടുപ്പ് പൂർത്തിയാക്കി തരൂ. ഹൈക്കോടതി സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കണക്കെടുപ്പ് പൂർത്തിയാക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് വക്കീൽ ഹൈക്കോടതി ചോദിച്ചു, ഇതുവരെ കണക്ക് കിട്ടിയിട്ടില്ല, എന്തുകൊണ്ടാണ് കണക്ക് കിട്ടാത്തത്? അപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി ഞങ്ങൾ ആ പ്രോസസ്സിലാണ്, ആ പ്രോസസ്സ് വളരെ എളുപ്പം പൂർത്തിയാക്കട്ടെ. കേന്ദ്രം നമുക്ക് നൽകുന്ന മെസ്സേജ്, BJP പറയുന്ന, താങ്കളടക്കമുള്ള ആളുകൾ പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയാലേ ഞങ്ങൾ പണം തരും. അത് ഇതിനേക്കാൾ വലിയ അപകടം ഉണ്ടായാൽ പോലും എന്നല്ലേ? അല്ല, സാങ്കേതികതല്ല, നിയമമാണ്. രാജ്യത്തൊരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരമാണ്. നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കേരളത്തിന് വയനാട്ടിൽ ഒരു 500 കോടി അധികം കിട്ടിയാൽ നമുക്കെല്ലാവരും ഹരി, കാരണം അവിടുത്തെ സാധാരണ മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. അവർക്ക് സഹായം കിട്ടുന്ന എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ ഒരു സർക്കാർ പ്രവർത്തിക്കുന്ന നിയമപ്രകാരമാണ്. നിയമപ്രകാരം പ്രവർത്തിക്കാത്തതുകൊണ്ടാണല്ലോ സംസ്ഥാന സർക്കാർ പലപ്പോഴും വീട്ടിലായി മാറുന്നത്. സർക്കാർ നിയമപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഒരു MLAയുടെ കുടുംബത്തെ മുൻ MLAയുടെ കുടുംബത്തെ സഹായിക്കുന്നത് നിയമപ്രകാരമല്ലാത്തതുകൊണ്ടല്ലേ ഇവർ ലോകായുക്തങ്ങളിൽ കേസിന് പോകേണ്ടി വന്നത്, ഇല്ലെങ്കിൽ ലോകായുക്തങ്ങൾ കേസിന് പോകുന്നത്. സർക്കാർ പ്രവർത്തിക്കുന്ന നിയമപ്രകാരമാണ്. ഒരു കാര്യത്തിന് ഒരു മാറ്റിവെക്കുന്ന പണം അതിനു വേണ്ടി ചിലവഴിക്കണം. സ്പെഷ്യൽ പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ സ്പെഷ്യൽ പാക്കേജ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ലല്ലോ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നത്, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ അത് നിയമപ്രകാരം സ്പെഷ്യൽ പാക്കേജിന് ആവശ്യമായിട്ടുള്ള കണക്കെടുപ്പ് പ്രൊജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം. കണക്കെടുപ്പ് പൂർത്തിയാക്കി ഇത്ര വീടുകൾ ഉണ്ടാവണം, ആ വീടുകൾ ഇത്ര സ്ക്വയർ ഫീറ്റ് വീടുകളാണ്, അതിനൊരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചാൽ മതി. ആ പ്ലാനാണ് പാക്കേജ് ഉണ്ടാകുന്നത്. അങ്ങനെ പ്ലാൻ സംസ്ഥാന സർക്കാർ, അതായത് താങ്കൾ നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒരു ഏരിയ നമ്മൾ, അതായത് സംസ്ഥാന സർക്കാർ വേണ്ടത് ചെയ്യാത്തതുകൊണ്ടാണ് കേന്ദ്രത്തിന് സഹായം കിട്ടാത്തതെന്നാണ് BJPയുടെ നിലപാട്. ഈ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടടക്കം ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റും? BJPയുടെ നിലപാടല്ല, സർക്കാരിൻ്റെ നിലപാടാണ്. ആ നിലപാടാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി പറയുന്നതോ ചർച്ചയിൽ പറയുന്നതോ അല്ലല്ലോ. സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിനത് കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഈ കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ട് അഡ്വക്കേറ്റ് ജനറൽ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അത് ഫാക്റ്റാണ്. ആ ഫാക്റ്റ് കോടതിയിൽ കൗണ്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് സമയം ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് സമയമാണെന്നാണ്. അപ്പോൾ അത് വേഗം പൂർത്തിയാക്കട്ടെ. ഇതൊക്കെ സമർപ്പിച്ചതിന് ശേഷവും കേന്ദ്ര സർക്കാരിൽ നിന്ന് സാമ്പത്തിക കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും, BJP ഉണ്ട്, തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോയാൽ ഈ പാലക്കാട് എന്താ സ്ഥിതി? ജയിക്കോ BJP? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം 2021 ചെറിയ വോട്ടുകൾക്ക് 3000 ചില്ലാൻ വോട്ടുകൾക്കാണ് ഈ അസംബ്ലി മണ്ഡലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അന്ന് നഷ്ടപ്പെടുമ്പോൾ അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അന്ന് 6000-ലേറെ വോട്ടുകൾ ഭൂരിപക്ഷത്തിന് വന്നു. പക്ഷേ പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറഞ്ഞു. പ്രധാനമായിട്ടും ആ പഞ്ചായത്തുകൾ CPM വ്യാപകമായിട്ട് ക്രോസ് വോട്ട് ചെയ്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഒളിച്ചുകളി എന്ന വാദത്തിൽ മറുപടി പറയുകയായിരുന്നു BJP നേതാവ് MT രമേശ്. സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചാൽ അത്തരം പ്രശ്നങ്ങളില്ലാതെ പണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് MT രമേശ് പറഞ്ഞു വയ്ക്കുന്നത്.